കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ 16-ാമത്തെ അധ്യായം ദേവാസുര ഭാവങ്ങൾ എന്നുള്ള അധ്യായം വായിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തി അപൈശുനം ദയാഭൂതേശലോലുപ്തം മാർദ്ദവം പ്രീ അചാപരം തേജക്ഷമാ ധൃതി ശൗചം അദ്രോഹോ ന അതിമാനിത ഭവന്തി സമ്പദം ദൈവി അഭിജാതസ്യ ഭാരതം. ഈ അധ്യായത്തിൽ ഭഗവാൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന 2 സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ 2 സ്വഭാവത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അഭിജാതസ്യ എന്നാണ് പറയുന്നത്. ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരതം. ജനിക്കുമ്പോൾ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവമായിട്ടാണ് ജനിക്കുന്നത്. അഭിജാതസ്യ. ചില ആളുകൾ ദൈവിക സ്വഭാവത്തോടു കൂടി ജനിക്കുന്നു, ചില ആളുകൾ ആസുരികമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി ജനിക്കുന്നു. അപ്പം 3 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ള 26 ഗുണങ്ങൾ ദൈവിക സ്വഭാവമാണ്, ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ആ ദൈവിക സ്വഭാവത്തിന്റെ മേന്മകളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ ആസുരികമായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ സ്വഭാവത്തെ കുറിച്ചും വിശദമായിട്ട് വായിച്ചു. ശ്രീല പ്രഭുപാദർ ഓരോ സ്വഭാവത്തിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. ഏത് ആശ്രമത്തിലുള്ളവർക്കാണ് ഓരോ സ്വഭാവം കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്, ഏതാണ് സന്യാസിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്, ഏതാണ് ഗൃഹസ്ഥന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്, ഏതാണ് ബ്രഹ്മചാരിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്നെല്ലാം ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ഇതിലെല്ലാ സ്വഭാവങ്ങളും ആത്മീയമായിട്ട് ഉയരുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിലെല്ലാ സ്വഭാവങ്ങളും ഭഗവാന്റെ ഭക്തന്മാർ ആർജിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് 4-ാമത്തെ ശ്ലോകമാണ്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി. കഴിഞ്ഞ 3 ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ ദൈവിക സ്വഭാവത്തെ ചുരുക്കി പറഞ്ഞു, 26 ഗുണങ്ങളായിട്ട് പറഞ്ഞു. ഈ 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആസുരിക സ്വഭാവത്തിനെ ചുരുക്കി പറയുകയാണ്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച്ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി. ആസുരിക സ്വഭാവത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ചുരുക്കമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾക്ക് അതിനുവേണ്ടി വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 4-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ലീലാമ്മ മാതാജി വായിച്ചോളൂ. അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം വ്യാഭിജാതസ്യ പാർത്ഥ സമ്പദ ആസുരി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഈ ശ്ലോകം നരകത്തിലേക്കുള്ള രാജവീതിയെ ചിത്രീകരിക്കുന്നു. ആസുര പ്രവൃത്തിയിലുള്ളവർ മനഃസിദ്ധാന്തങ്ങളുടെ മറവിയിൽ അവയെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ലെങ്കിലും ആധ്യാത്മിക ശാസ്ത്രജ്ഞാനത്തിൽ പുരോഗതി നേടിയ ഭാവം പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ എപ്പോഴും അഹംഭാവികളായിരിക്കും. കുറഞ്ഞൊരു സമ്പത്തോ വിദ്യാഭ്യാസമോ ഉണ്ടെന്നതിൽ അഭിമാനിക്കും. ഒരു വിധത്തിലും ആദരാർഹരല്ലെങ്കിലും അവർ ബഹുമാനിക്കപ്പെടാനും ആരാധ്യരാവാനും ആഗ്രഹിക്കും. നിസ്സാര കാരണങ്ങൾ മതി അവരെ കോപവിഷ്ടരാക്കാൻ. ആ നിലയിൽ കർക്കശ വാക്കുകൾ പറയാനും എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നറിയാനുള്ള വിവേകം അവർക്കുണ്ടാവില്ല.
തങ്ങൾക്ക് അഭിമതമെന്ന് തോന്നുന്നത് നൈമിഷികമായൊരു പ്രേരണയാൽ അവർ ചെയ്യുന്നു. ഒരു പ്രാമാണികനെയും അവർ ആദരിക്കുന്നില്ല. മാതൃഗ്രഹങ്ങളിൽ നിന്ന് ശരീരം ഉളവാക്കുന്നതോടുകൂടി തന്നെ ആർജിക്കപ്പെടുന്നവയാണ് ഈ ആസുര ഗുണങ്ങൾ. വളരും തോറും ആ ഗുണങ്ങൾ കൂടുതൽ വെളിപ്പെടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ലീല മുഹമ്മദ്ജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ആസുരിക സ്വഭാവത്തിനെ കുറിച്ച്, ഒരു ആസുരികമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയുടെ ഒരു ചിത്രം നമ്മൾക്ക് ഭഗവാൻ നൽകുകയാണ്. ആ വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി. ദമ്പം, ദർപ്പം, അഭിമാനം, അല്ലെ പല പേരുകളിലുമുള്ള അഭിമാനം. എന്നെ പോലെ ആരുമില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ, എന്നെ പോലെ നല്ല ഒരാളായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുമില്ല. പലതിൻ്റെയും പേരിൽ അവർക്ക് അഭിമാനം ഉണ്ടാവും. വീടിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അല്ലെങ്കിൽ തറവാടിന്റെ പേരിൽ, ജനിച്ച സ്ഥലത്തിന്റെ പേരിൽ, ഇങ്ങനെ പലതിൻ്റെയും പേരിൽ അവർക്ക് അഭിമാനം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എന്നെ ആരാധിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നുള്ള ചിന്താഗതി. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ഉണ്ടാവും, അല്ലെ? എല്ലാവരിലും ചെറിയ തോതിൽ ആസുരികമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. ഇതൊക്കെ ആസുരിക സ്വഭാവമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ വളർത്താതിരിക്കാൻ ശ്രമിക്കാം, അതിനെ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് ഇത് ആസുരിക സ്വഭാവമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച. പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറും എന്ന് ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ആദരാർഹർ, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കപ്പെടാനും ആരാധ്യരാവാനും ആഗ്രഹിക്കും. നിസ്സാര കാരണങ്ങൾ മതി അവരെ കോപാവിഷ്ടരാക്കാൻ. ചെറിയ കാര്യത്തിന് അവർ വലിയ ഡിസ്റ്റർബ്ഡ് ആവും. അവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും, അവർക്കൊരു സമാധാനം ഉണ്ടാകും, അല്ല? അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് അവരുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറും. ചിലപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അവർ കോപാവിഷ്ടരാകുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെ? നമ്മൾ കൃഷ്ണലീലയിൽ കണ്ടിട്ടുണ്ട്. വസുദേവരും ദേവകിയും വിവാഹം ചെയ്ത് ദേവകിയെ വീട്ടിലേക്ക്, ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുവന്നത് ദേവകിയുടെ സഹോദരൻ തന്നെയായിരുന്നു, കംസനായിരുന്നു. കംസൻ വളരെ സ്നേഹവാത്സല്യങ്ങളോട് കൂടിയിട്ടാണ് കംസൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ദേവകിയെ ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു അശരീരി കേട്ടതോടുകൂടി കംസന്റെ സ്വഭാവം ആകെ മാറി, ആസുരിക സ്വഭാവം പുറത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് സ്നേഹം താൽക്കാലികമാണ്, പെട്ടെന്ന് തന്നെ സ്വഭാവം മാറും. അത് ആസുരികമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. പിന്നെ തന്നെ എല്ലാവരും ബഹുമാനിക്കണം, ഞാൻ പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ. വളരെയധികം ക്രോധം സഹിക്കാൻ സാധിക്കില്ല, ക്രോധം അടക്കാൻ ആർക്കും സാധിക്കില്ല. ക്രോധം എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? പക്ഷെ ക്രോധം വന്നു കഴിഞ്ഞാൽ അത് അവർ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അവർ വളരെ പാരുഷ്യമായിട്ട്, വളരെ മോശമായിട്ട് സംസാരിക്കും. ആരാണ് എന്താണെന്ന് നോക്കാതെ തന്നെ സംസാരിക്കും. അവരെല്ലാം മറന്നുപോകും. ക്രോധാത് ഭവതി സമ്മോഹ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണ് അസുരിക സ്വഭാവം എന്നാണ് പറയുന്നത്. ക്രോധ പാരുഷ്യമേവച്ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി. അവർക്ക് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസവും ഉണ്ടാവുകയില്ല, അജ്ഞാനത്തിലായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാകും. അവര് ഒരിക്കലും ഈശ്വര വിശ്വാസികളായിരിക്കില്ല. ഈശ്വരനെയോ അല്ലെങ്കിൽ ഒരു പ്രമാണത്തെയോ അല്ലെങ്കിൽ ശാസ്ത്രത്തെയോ ഒന്നും ഒരിക്കലും അംഗീകരിക്കാത്തവരായിരിക്കും അവർ എന്നാണ് പറയുന്നത്. അവർ വേദത്തിൽ വിശ്വസിക്കുന്നില്ല, എല്ലാം തട്ടിപ്പാണ് എന്നാണ് അവർ പറയുന്നത്, അല്ലെ? വേദങ്ങളും അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരും അതൊന്നും ശരിയല്ല, അതെല്ലാം തട്ടിപ്പാണ് എന്നാണ് അവര് വിചാരിക്കുന്നത്. അതാണ് ആസുരികമായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ച് ഒരു ചുരുക്കം ഭഗവാൻ
തന്നത്. അതിനുശേഷം 5ാമത്തെ ശ്ലോകത്തിൽ ഈ സ്വഭാവങ്ങളുള്ളവർ എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ ഗതി എന്താണ്, അസുരിക സ്വഭാവമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ ആസുരീമത മാശുജ സമ്പദം ദൈവി അഭിജാതോസി പാണ്ഡവ. നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 5ാമത്തെ ശ്ലോകം വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭുജി. ശോഭന മാധവജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവി സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാശുജ സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. അഭൗതിക ഗുണങ്ങൾ മുക്തിസാധകങ്ങളും ആസുര ഗുണങ്ങൾ ബന്ധന കാരണങ്ങളുമാണ്. പാണ്ഡുനന്ദന, ദൈവിക ഗുണങ്ങളോടെ പിറന്നവനായതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട. ഭാവാർത്ഥം ശ്രീലപ്രഭുവാദിക്ക് ജയ്. ആസുര പ്രകൃതിയോടെ ജനിച്ചവനല്ലേ നീ എന്നു പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ധൈര്യപ്പെടുത്തുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നത് അർജുനന്റെ ആസുര സ്വഭാവത്തെയല്ല വെളിപ്പെടുത്തുന്നത്. ഇത്തരമൊരു യുദ്ധത്തിന്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷ്മ ദ്രോണാദികളായ ബഹുമാന്യരെ വധിക്കാമോ എന്ന് സംശയിക്കുന്നത് കൊണ്ട് അർജുനൻ ക്രോധത്തിനോ മിഥ്യാഭിമാനത്തിനോ പാരുഷ്യത്തിനോ വശപ്പെട്ടിട്ടില്ല പ്രവർത്തിക്കുന്നതെന്ന് വരുന്നു. ഈ നിലയ്ക്ക് അദ്ദേഹം ആസുര സ്വഭാവിയല്ല. ഒരു ക്ഷത്രിയൻ ശത്രുവിന് നേരെ അമ്പെയ്യുന്ന കൃത്യം ദിവ്യമാണെന്ന് പറയപ്പെടുന്നു. ആ കടമയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നതാണ് ആസുരിക സ്വഭാവം. അതിനാൽ അർജുനന് വിഷാദിക്കാൻ ഒരു കാരണവുമില്ല. ജീവിതത്തിൽ വ്യത്യസ്താശ്രമ ധർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന നിബന്ധനകളെ അനുസരിക്കുന്നവർക്കാണ് ആധ്യാത്മിക പ്രകൃതിയുള്ളത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭന മാധവജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ ദൈവിക സമ്പത്തുള്ളവർക്ക് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ ആസുരീമത. ഈ ദൈവിക സ്വഭാവം ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്, ആത്മീയമായിട്ട് ഉയരാൻ വേണ്ടി സഹായിക്കുന്നതാണ്, മോക്ഷമാർഗത്തിലേക്ക് ഉയരാൻ വേണ്ടി സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്നാണ് പറയുന്നത്. ഈ സ്വഭാവമുള്ളവർക്ക്, ദൈവിക സ്വഭാവമുള്ളവർക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകാനും ഈ പ്രകൃതിയെക്കുറിച്ച് അറിയാനും പ്രകൃതിയിൽ നിന്ന് പുറത്തു കിടക്കാനും സാധിക്കും. അത് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് പുറത്തു കടന്ന് ആത്മീയ പ്രകൃതിയിലേക്ക് കടക്കാൻ സാധിക്കുന്നത്, അതിനുള്ള യോഗ്യതകൾ കഴിഞ്ഞ അധ്യായത്തിൽ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? ആർക്കാണ് ഈ ഭൗതിക വൃക്ഷത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭൗതിക വൃക്ഷം ഒരു തലതിരിഞ്ഞ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് വേണ്ടത്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ആർക്കാണ്, ഏത് സ്വഭാവമുള്ളവർക്കാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പുരുഷോത്തമ യുഗത്തിൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനെ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും നമ്മൾ പുറത്തു കിടക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ആർക്കാണ് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് സ്വഭാവമുള്ളവർക്കാണ്, എന്ത് ക്വാളിറ്റി ഉള്ളവർക്കാണ്, എന്ത് യോഗ്യതകളുള്ളവർക്കാണ് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അധ്യാത്മനിത്യ വിനിവൃത്തകം.
നിർമ്മാനമോഹോ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസക്തി ഗച്ഛന്ത്യമൂഢ പദമവേയന്ത. അഹങ്കാരവും മോഹവും ആസക്തി ദോഷത്തെ ജയിച്ചവരും ആധ്യാത്മിക കാര്യങ്ങളിൽ നിഷ്ഠയുള്ളവരും സ്വാർത്ഥ കാമനകളിൽ നിന്ന് മുക്തരായവരും സുഖദുഃഖങ്ങളായ ദ്വന്ദ്ങ്ങളെ ജയിച്ചവരുമായ വിവേകികൾ മാത്രമേ അനശ്വരമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് മറ്റേ ബുക്കില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ ബുക്കിലുള്ളത് വായിച്ചതാണ്. ഓക്കെ, താങ്ക് യു രാധാമന്ദജി. നിർമ്മാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സംജ്ഞൈർ ഗച്ഛന്തി അമൂഢ പദമവ്യയം തത്. പ്രഭുപാദരുടെ ട്രാൻസ്ലേഷൻ എന്താണ്? ആരാണ് വായിക്കുന്നത്? ശ്രീല പ്രഭുപാദരുടെ ട്രാൻസ്ലേഷൻ ഉണ്ട്. യഥാരൂപത്തിൽ എന്താണ് പറയുന്നത് ഭഗവത്ഗീതയിൽ? ശ്രീല പ്രഭുപാദ കി ജയ്. മിഥ്യാ അഭിമാനം, മായാ മോഹനം, ദുസ്സംഗസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തീഷ്ണയിൽപ്പെടാതെ സനാതനത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷോത്തന് സ്വയം സമർപ്പിതമാകാതെ എന്ന് അറിയുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം സ്ഥാപിക്കും. ഹരേ കൃഷ്ണ. യെസ്. അപ്പോൾ ഈ ഭൗതിക ലോകത്തു നിന്ന് പുറത്തു കിടക്കാനുള്ള ക്വാളിറ്റീസ് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സംജ്ഞൈർ ഗച്ഛന്തി അമൂഢ പദമവ്യയം തത്. അവിടെ നിർമ്മാനമോഹം ഭഗവാൻ ആദ്യം പറയുന്ന ക്വാളിറ്റി എന്താണ്? നിർമ്മാനമോഹം, മാനവും മോഹം ഇല്ലാത്ത അവസ്ഥ, മാനം. അപ്പൊ അതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ പറയുന്നത് ദമ്പോ ദർപ്പോ അഭിമാനം, അല്ലേ? അവിടെ അഹങ്കാരം ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഇല്ലാത്ത, അഹങ്കാരമില്ലാത്ത, ദേഹാഭിമാനമില്ലാത്ത വ്യക്തികൾക്കാണ് ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഇവിടെ ആസുരിക സ്വഭാവം എന്താണ്? ഞാൻ ശരീരമാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ ആദരിക്കണം, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നുള്ളത് എന്താണ്? ദമ്പം, ദർപ്പം, അഭിമാനം. അതിന്റെ നേരെ വിപരീത സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ദൈവിക സമ്പത്തുള്ളവർക്കാണ് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നത്. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ ആസുരീമത. അസുരിക സ്വഭാവം നമ്മളെ ഇവിടെ ബന്ധിക്കുന്നതാണ് എന്ന് പറയുന്നു. മാശുജ സമ്പദം ദേവി അഭിജാതോസി പാണ്ഡവ. ഇവിടെ പറഞ്ഞിട്ടുള്ള 26 ഗുണങ്ങളും നമ്മളെ സഹായിക്കുന്നതാണ്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്നതാണ്. ആ സ്വഭാവങ്ങൾ നമ്മൾ ആർജിക്കും തോറും ഭഗവാൻ നമ്മളെ കൂടുതൽ സഹായിക്കും. ഭഗവാനെ കുറിച്ച് അറിയാനും സഹായിക്കും, ഈ ഭൗതിക പ്രകൃതിയുടെ സ്വഭാവത്തെ കുറിച്ച് അറിയാനും ഭഗവാൻ നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും ഈ സ്വഭാവങ്ങളൊക്കെ ആർജിക്കേണ്ടതാണ്. അമാനിത്വം, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള അഭയം സത്വ സംശുദ്ധർ ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറഞ്ഞിട്ടുള്ള 26 സ്വഭാവങ്ങൾ. അതിന്റെ നേരെ വിപരീതങ്ങളാണ് ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങൾ. ആസുരികമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. അവർക്ക് പെട്ടെന്ന് കോപമുണ്ടാകും. അവർ മറ്റുള്ളവരെ കുറിച്ച് വളരെ പരുഷമായിട്ട് സംസാരിക്കും. മറ്റുള്ളവരോട് ഇടപഴകുന്നത് തന്നെ വളരെ പരുഷമായിട്ടായിരിക്കും. ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇങ്ങനെയുള്ള ആസുരിക സ്വഭാവങ്ങൾ നമ്മളെ കൂടുതൽ ഈ ഭൗതികമായിട്ടുള്ള ചിന്തയിൽ കുടുക്കിയിടുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആസുരിക സ്വഭാവമുള്ള വ്യക്തിക്ക് ഭൗതിക ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല. അവരെപ്പോഴും ഭൗതികമായിട്ടുള്ള ചിന്തയിലായിരിക്കും. അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ആസുരിക സ്വഭാവത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കത് നോക്കാം. ഇവിടെ ഭഗവാൻ പറയുന്നത് ദൈവിക സമ്പത്തുള്ളവർക്കാണ് മോക്ഷം ലഭിക്കുന്നത്. ആസുരിക സമ്പത്തുള്ളവർക്ക്, ആസുരിക സ്വഭാവമുള്ളവർക്ക് ഈ ഭൗതിക ലോകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടി വരും. അവർക്കൊരിക്കലും പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. അവസാനവും ഭഗവാൻ പറയുന്നുണ്ട്, ആസുരിക സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. മാം അപ്രാപ്യ നിവർത്തന്തേ,
മൃത്യു സംസാര വർമ്മനി. ആസുരിക സ്വഭാവം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരെപ്പോഴും അജ്ഞാനത്തിലായിരിക്കും. ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ട് അവർക്ക് അജ്ഞാനത്തിൽ ഇരിക്കാനേ മാർഗം. അതാണ് ആസുരിക സ്വഭാവമുള്ളവരുടെ ഗതി എന്നാണ് പറയുന്നത്. അവർ ഇവിടെ തന്നെ കുടുങ്ങിപ്പോവും. അവരുടെ ചിന്ത മുഴുവൻ ഭൗതിക ശരീരത്തിനെ കുറിച്ചും അതിനെ നിലനിർത്തേണ്ടതിനെ കുറിച്ചുമായിരിക്കും. ഇതാണ് ആസുരിക സ്വഭാവം എന്ന് പറയുന്നത്. യെസ്. ഇനി എത്രത്തോളം ഈ ആസുരിക സ്വഭാവം ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 6ാമത്തെ ശ്ലോകം. ദൗഭൂത സർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേശ്വരണം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 6ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഗീതാമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൗഭൂത സർഗൗ ലോകേ അസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. ഹേ പാർത്ഥ, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം ദൈവികം എന്നീ 2 വിഭാഗങ്ങളിൽ ഒന്നിൽ പെടും. ഞാൻ ദൈവിക ഗുണങ്ങളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ. ഇനി ആസുരങ്ങളായവയെ വിവരിക്കാം. ഭാവാർത്ഥം. ദൈവിക പ്രകൃതി ഉള്ളവനാണ് അർജുനൻ എന്ന് എടുത്തു പറഞ്ഞ ശേഷം ആസുര പ്രകൃതി എന്തെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിക്കുന്നു. ഈ ലോകത്തിൽ ബദ്ധരായ ജീവാത്മാക്കൾ 2 തരത്തിലുള്ളവരാണ്. ദൈവിക പ്രകൃതിയോടെ ജനിച്ചവരും ആസുര പ്രകൃതിക്കാരും. ആദ്യത്തെ കൂട്ടർ നിയന്ത്രിത ജീവിതം നയിക്കുന്നു. അതായത് പ്രാമാണികരുടെയും വേദഗ്രന്ഥങ്ങളുടെയും നിബന്ധനകളെ അനുസരിക്കുന്നു. ആധാരിക ധർമ്മഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ ആയിരിക്കണം ഒരാളുടെ പ്രവൃത്തി. ഇതിനെ ദിവ്യമായ മനോഭാവമെന്ന് പറയാം. വേദോക്ത പ്രമാണങ്ങളായ ജീവിത നിയമങ്ങളെ മറികടന്ന് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരത്രേ ആസുര സ്വഭാവികൾ. ശാസ്ത്രപ്രോക്തങ്ങളായ പ്രമാണങ്ങളെ അനുസരിക്കുന്നതിൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ദേവന്മാരും അസുരന്മാരും പ്രജാപതിയുടെ സന്താനങ്ങൾ തന്നെയെന്ന് വേദങ്ങൾ പറയുന്നു. ഒരു കൂട്ടർ വേദോക്ത ധർമ്മം അനുഷ്ഠിക്കുന്നു, മറ്റൊരു കൂട്ടർ അങ്ങനെ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ലോകം മുഴുവൻ ഈ 2 സ്വഭാവമുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ദൗ ഭൂത സർഗോ ലോകോസ്മിൻ ദൈവ ആസുര ഏവച. ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം ദൈവികം എന്നീ 2 വിഭാഗങ്ങളിൽ ഒന്നിൽ പെടും. ഈ ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ. ആത്മീയ ലോകത്തിൽ ആസുരിക സ്വഭാവമില്ല. ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഈ 2 സ്വഭാവം എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആസുരിക സ്വഭാവം കാണാൻ സാധിക്കും, ദൈവിക സ്വഭാവം കാണാൻ സാധിക്കും. എങ്ങനെ സൃഷ്ടി 2ആയിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ആസുരിക സ്വഭാവമുള്ളവരും ദൈവിക സ്വഭാവമുള്ളവരും. ദൈവിക സ്വഭാവമുള്ളവർ ഭഗവാനെയും ഭഗവാന്റെ നിയമങ്ങളെയും അതായത് വേദങ്ങളെയും അംഗീകരിക്കുന്നു, അനുസരിക്കാൻ തയ്യാറാകും. അസുരിക സ്വഭാവമുള്ളവർ ഭഗവാനെയും ഭഗവാന്റെ നിയമങ്ങളെയും അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസമായിട്ട് ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. അല്ലെ, കണ്ടാൽ ഒരേപോലെ തന്നെ ഇരിക്കും, കാഴ്ചയിലൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. അല്ലെ, അസുരനെ കണ്ടാൽ മനസ്സിലാവില്ല, ദേവനെയും കണ്ടാൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ദൈവിക സ്വഭാവമുള്ളവരും അസുരിക സ്വഭാവമുള്ളവരും ഒരേ പോലെ ഉണ്ടാകും. പക്ഷെ അവരുടെ പ്രവൃത്തി കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ മനോഭാവം കൊണ്ടാണ് നമുക്ക് അവരെ ആസുരമെന്നും ദൈവികമെന്നും തരംതിരിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ സീരിയലിലോ പുരാണ സീരിയലിലൊക്കെ ഉണ്ടാവും, അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ കൊമ്പൊക്കെ ഉണ്ടാവും, അങ്ങനെ ഭീകര രൂപമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യരിലും രൂപം ഒരേപോലെയാണെങ്കിലും അവരിൽ സ്വഭാവം വ്യത്യാസമാണെങ്കിൽ ആസുരിക സ്വഭാവം ദൈവിക സ്വഭാവം നമുക്ക് 2ആയിട്ട് കാണാൻ സാധിക്കും.
കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുനനും പേടിക്കേണ്ട ആവശ്യമില്ല. മാ ശുച സമ്പദം ദേവി അഭിജാതോസി പാണ്ഡവ. അർജുന, നീ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നീ ദൈവിക സ്വഭാവത്തോടു കൂടി തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. നിനക്ക് ദൈവിക സ്വഭാവമാണ് ഉള്ളത് എന്ന് ഭഗവാൻ തന്നെ അംഗീകരിക്കുന്നു. ഇനി അർജുനൻ ഞാൻ എന്ത് സ്വഭാവക്കാരനാണ് എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ച ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു, മാ ശുച സമ്പദം ദേവി അഭിജാതോസി പാണ്ഡവ. നിനക്ക് അസുരിക സ്വഭാവം അല്ല ഉള്ളത്, ദൈവികമായിട്ടുള്ള സ്വഭാവം തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് അർജുനൻ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചത് എന്ന് പറയും. അല്ല, അർജുനൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വലിയ പാപമാണ്, ഈ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാപമാണ്. അഹോബത മഹത് പാപം കർത്തും വ്യവസിതാവയം. നമ്മൾ വലിയൊരു പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണ്? നമ്മുടെ ചുറ്റുപാടും ഉള്ളത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. സ്വജനം ഹി കഥം ഹത്വ സുഖിനശ്യാമ മാധവ. നമ്മൾ വധിക്കാൻ പോകുന്നത് സ്വജനത്തെയാണ്. മാത്രമല്ല, സ്വജനങ്ങളിലാണെങ്കിൽ പിതൃക്കളും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. ഗുരുവിന ഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഐക്ഷ്യം അബീഹലോകെ. ഗുരുവിനെ വധിച്ചിട്ട് എന്ത് ശ്രേയസ്സാണ് ലഭിക്കാൻ പോകുന്നത്? അത് ചോര കലർന്ന വിജയമാണ്. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ബോധം അർജുനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ദൈവിക സ്വഭാവമുള്ളവർക്ക് മാത്രമാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമോ, അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത് ദൈവിക സ്വഭാവമുള്ള വ്യക്തിക്കാണ്. പുണ്യമാണോ പാപമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ദൈവിക സ്വഭാവമുള്ള വ്യക്തിയാണ്. ആസുരിക സ്വഭാവമുള്ള വ്യക്തി ഇതൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് വിജയം നേടണം, അല്ലെ, എന്റെ കാര്യം നടക്കണം, ഇത് മാത്രമാണ് ആസുരിക സ്വഭാവമുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും കാര്യകാരണങ്ങൾ സഹിതം അവർ ചിന്തിക്കുന്നില്ല. അർജുനൻ കുറെ മുന്നോട്ട് കൂടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ തലമുതിർന്ന വ്യക്തികളൊക്കെ വധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കുടുംബം മുഴുവൻ നശിച്ചു പോകും. പിന്നെ വരുന്ന സമൂഹം മുഴുവൻ നശിച്ചു പോകും. പിതൃക്കൾക്ക് പിണ്ടം ഉദകം ഒന്നും കിട്ടാതെയാകും. എല്ലാവരും നരകവാസത്തിന് തുല്യമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടി വരും. ഇങ്ങനെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടായിരുന്നു അർജുനൻ സംസാരിച്ചത്. അപ്പോൾ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് അതുണ്ടാക്കുന്ന ഫലത്തിനെ കുറിച്ച് അർജുനൻ വളരെ വിശദമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശാന്തമായിട്ടുള്ള മനസ്സിൽ മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അർജുനന്റെ ദൈവിക സ്വഭാവത്തിന്റെ തെളിവാണ്. അർജുനന് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് രാജ്യത്തിന്റെ ആവശ്യമില്ല. നകാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിജ. എനിക്ക് രാജ്യവും വേണ്ട എന്ന് അർജുനൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യം പോലും ത്യജിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അസുരിക സ്വഭാവത്തിലുള്ള വ്യക്തിക്ക് അങ്ങനെ ത്യജിക്കാൻ സാധിക്കില്ല. അവർക്ക് എങ്ങനെങ്കിലും ഏതു വിധത്തിലും ഈ രാജ്യം കൈക്കലാക്കണം. ദുര്യോധനന്റെ ചിന്ത നമുക്ക് കാണാൻ സാധിക്കും. ദുര്യോധനൻ യുദ്ധം തെറ്റാണോ ശരിയാണോ എന്നൊന്നും ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലും നമ്മൾ വിജയിക്കണം, നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രമാണ് ദുര്യോധനൻ കണക്കാക്കിയത്. ഇതെന്റെ സഹോദരങ്ങളാണ്, പിതൃക്കളാണ്, ഗുരുക്കന്മാരാണ് എന്നൊന്നും ദുര്യോധനൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ദുര്യോധനൻ എന്താണ് പറഞ്ഞത്? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. നമ്മുടെ സൈന്യം വലുതാണ്, ഭീഷ്മനാൽ സംരക്ഷിതമാണ്, അതുകൊണ്ട് നമ്മൾ വിജയിക്കും, നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ കൂടെയുണ്ട്. മദർത്തേ തെക്തജീവിത, അവരൊക്കെ എനിക്ക് വേണ്ടി ജീവിതം ത്യജിച്ച് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും യുദ്ധം വിജയിക്കും എന്നാണ് ദുര്യോധനൻ വിചാരിച്ചത്. അപ്പൊ യുദ്ധം വിജയിക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ദുര്യോധനൻ ചിന്തിച്ചത്. അല്ലാതെ അതിന്റെ ഭവിഷ്യത്ത് എന്താണ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ദുര്യോധനൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ആസുരികമായിട്ടുള്ള സ്വഭാവമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ ഇവിടെ തന്നെ അർജുനനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. മാശുച സമ്പദം ദേവി അഭിജാതോസി പാണ്ഡവ. അപ്പൊ അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ ഭക്തന്മാർ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഈ ജ്ഞാനം, അറിവ് ഉള്ളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്.
അർജുനന് നേരിട്ട് കൊടുത്തു. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്റെ സ്വഭാവം ദൈവികമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്, നീ മുക്തി മാർഗത്തിൽ തന്നെയാണ് പോകുന്നത്, അത് വെച്ച് നീ യുദ്ധം ചെയ്യാതിരിക്കരുത്, യുദ്ധം ചെയ്യുന്നത് നിന്റെ കടമയാണ്, അത് പാപമില്ല, ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പാപമല്ല എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ദൈവിക സ്വഭാവത്തോടു കൂടി ജനിച്ചവൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ലോകം മുഴുവൻ ഇങ്ങനെയുള്ള സ്വഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കലിയുഗത്തില് ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ ദൈവിക സ്വഭാവം ആസുരിക സ്വഭാവമുണ്ട്. ഹൃദയുഗത്തിൽ ദൈവിക സ്വഭാവം ആസുരിക സ്വഭാവം വേറെ വേറെ പ്ലാനറ്റുകളിലായിരുന്നു എന്ന് പറയും. നമ്മള് ദേവാസുര യുദ്ധമൊക്കെ പഠിച്ചിട്ടുണ്ട്. ദേവന്മാർ ഒരു ലോകത്ത്, അസുരന്മാർ വേറൊരു ലോകത്ത്, രണ്ട് ലോകത്തിലുള്ളവരും തമ്മിൽ വലിയ യുദ്ധം. അപ്പൊ അസുരന്മാർക്ക് വേറെ ലോകമുണ്ട്, ദേവന്മാർക്ക് വേറെ ലോകമുണ്ട് ആദ്യത്തെ യുഗത്തിൽ, സത്യയുഗത്തിൽ. പിന്നീട് ത്രേതായുഗത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിലാണ് അസുരന്മാരും ദേവന്മാരും. ഒരേ പ്ലാനറ്റിലാണ്, ഒരേ ഗ്രഹത്തിലാണ്, പക്ഷെ രണ്ട് രാജ്യങ്ങൾ. അല്ല, ശ്രീലങ്കയല്ല, ലങ്കയിൽ, രാവണന്റെ ലങ്കയിൽ അസുരന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാർ. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. ദ്വാപരയുഗം വന്ന സമയത്ത് രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് യുദ്ധം. ഒരു രാജ്യത്തിനകത്ത് തന്നെ അസുരന്മാരും ദേവന്മാരും. കലിയുഗത്തിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയാണ് അസുരനും ദേവനും. ഈ പറഞ്ഞ രണ്ട് സ്വഭാവങ്ങൾ എവിടെയുണ്ടാവും? നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ ഏതാണോ വളർത്തിക്കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറി വരും. അസുരിക സ്വഭാവങ്ങൾ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ അസുരികമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവിക സ്വഭാവമാണ് വളർത്തുന്നതെങ്കിൽ അത് നമ്മൾക്ക് ദൈവിക സ്വഭാവം ഉണ്ടാവും, അല്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മുടെ ഉള്ളിൽ രണ്ട് സ്വഭാവം, രണ്ട് നായ്ക്കൾ ഇരിക്കുന്നുണ്ട് എന്ന് പറയും. ഒരാളുടെ മനസ്സിൽ രണ്ട് നായ്ക്കൾ ഇരിക്കുന്നു. ഏത് നായ്ക്കാണോ തീറ്റ കൂടുതൽ കൊടുക്കുന്നത് അത് കൂടുതൽ ശക്തനായിട്ട് മാറും. ഒന്ന് അസുരിക സ്വഭാവമാണ്, ഒന്ന് ദൈവിക സ്വഭാവമാണ്. ഭഗവാൻ ഇവിടെ പറയുന്നു, ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേശു. ഞാൻ ദൈവിക സ്വഭാവത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു, ഇനി ആസുരിക സ്വഭാവത്തെ കുറിച്ച് വിവരിക്കാം എന്നാണ് പറയുന്നത്. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. നമ്മൾ വിചാരിക്കും ഒക്കെ ഓക്കെയാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ്, ഞാൻ കറക്റ്റാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വിസ്തരിച്ചുകൊണ്ട് ആസുരിക സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആസുരികമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും അവരുടെ പദ്ധതികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ ഭഗവാൻ വിശദമായിട്ട് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം.